ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഹായ് ഓൾ. ഇന്ന് ഹായ് ഓൾ എങ്ങനെ ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവാണേ. എന്തോരതും ഉണ്ടാക്കാൻ പോന്നെ പുളിയിഞ്ചി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നല്ല വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക. കൊച്ചുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ നല്ല വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. എത്ര നന്നായിട്ട് മൂത്തെടുക്കുന്നോ അത്രയും നല്ലതാണ്. നമുക്ക് പുളിയിഞ്ചി ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നന്നായിട്ട് വറുത്തെടുത്താലേ പറ്റത്തുള്ളൂ. ആ പച്ചമണം ഒട്ടുമേ കാണാൻ പാടില്ല. അതുകൊണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് ആ ഇഞ്ചി മാത്രമല്ല ഈ എല്ലാ സാധനങ്ങളും, ഈ കൊച്ചുള്ളി, പച്ചമുളക് എല്ലാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയിൽ കുറേശ്ശെ ഇട്ടാണ് ഞാൻ വറുക്കുന്നത്. ഒരുപാട് എണ്ണ ഒഴിച്ച് നമുക്ക് മൊത്തത്തിൽ ഇട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. പിന്നെ ബാക്കി എണ്ണ വേസ്റ്റാക്കി കളയേണ്ടി വരരുതല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കടുക് താളിക്കലും പരിപാടിയും എല്ലാം ഈ എണ്ണയിൽ തന്നെ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരുന്നത്. അപ്പം നല്ല മൂത്ത് വരണം, എന്നാലേ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ കറുത്തിരിക്കും. ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും കരിഞ്ഞു പോയെന്ന്, പക്ഷെ കരിഞ്ഞു പോയിട്ടില്ല. ഇത്രയും മൂത്താലേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇഞ്ചി മൊത്തം വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി വറുക്കുന്നത്. കൊച്ചുള്ളി ഇടുമ്പം നന്നായിട്ട് എണ്ണ കുടിക്കും. നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം ഈ ഉള്ളി കുടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ആദ്യമേ ഇഞ്ചി വറുത്തതിന് ശേഷം ഉള്ളി വറുക്കുന്നതാണ് നല്ലത്. ഉള്ളിയും നമ്മൾ കുറേശ്ശെ ഇട്ട് തന്നെയാണ് വറുത്തത്. ഒത്തിരി എണ്ണ ഒഴിച്ച് പിന്നെ ആ എണ്ണ എടുത്ത് മാറ്റി കളഞ്ഞ് എന്തിനാ, നമുക്ക് അനാവശ്യ ഓയിൽ വേസ്റ്റേജ് ഒഴിവാക്കാൻ ഇങ്ങനെ കുറച്ച് എണ്ണയിൽ കുറേശ്ശെ വറുത്ത് കോരുന്നതാണ് നല്ലത്. പക്ഷേ ഗ്യാസ് ചിലവ് കൂടുതലായിരിക്കും കേട്ടോ. ഒന്ന് ലാഭിക്കുമ്പോൾ ഒന്ന് കൊള്ളത്തില്ല. പിന്നെ എണ്ണ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലെന്നാണല്ലോ പറയുന്നത്. കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചിയും ഈ കൊച്ചുള്ളിയും നന്നായിട്ട് വറുത്തത് നന്നായിട്ട് പൊടിച്ച് എടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വറുത്ത് വെച്ച പാത്രത്തിൽ തന്നെ തട്ടിയിടുകയാണ്. നമ്മൾ 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തത്. ഈ കണ്ടാൽ പറയുമോ അത്ര ഇഞ്ചി ഉണ്ടായിരുന്നെന്ന്. നമ്മൾ വറുത്ത് പൊടിച്ച് എല്ലാം എടുത്ത് കഴിയുമ്പോൾ കുറച്ച് മാത്രമേ കാണുള്ളൂ. അതിനുശേഷം നമ്മൾ പുളി ഒരു പാത്രത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണേൽ പുളി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ. അതിനുശേഷം കടുക് താളിക്കണം. നമ്മൾ ഈ നേരത്തെ വറുത്തതിൻ്റെ ബാക്കി എണ്ണ കുറച്ചുണ്ടായിരുന്നല്ലോ, അതിൽ തന്നെയാണ് നമ്മൾ കടുക് താളിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഈ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളകൊന്ന് നല്ല വറുത്ത് ആ ഒരു പച്ച ഇത് മാറുമ്പോഴത്തേനും നമുക്ക് കടുക് വറുക്കാനുള്ള വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും വറ്റൽമുളകും ഇതേ കണക്ക് നന്നായിട്ട് മൂക്കണം. ഒട്ടുമേ പച്ചമണം ഇല്ലാത്ത രീതിയിൽ വേണം അത് നമുക്ക് വറുത്തെടുക്കാൻ. അതൊന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ട് ഒന്ന് വറുത്ത് ആ പച്ച ഇത് മാറുമ്പോഴത്തേനും നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ കായപ്പൊടി ഇട്ടത്. കായപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പും ഇട്ട് കൊടുക്കുക. ആവശ്യാനുസരണം നല്ല രീതിയിൽ ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ നന്നായിട്ട് പൊടിച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി കൊച്ചുള്ളി വറുത്തതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെനിക്കെന്തോ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി.
അപ്പം ശർക്കരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി, നമ്മൾ ഇതിൽ പച്ചവെള്ളം പിന്നെ ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഒത്തിരി കുറുകിയിരിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നമുക്ക് കറിയാക്കി എടുക്കാം. അങ്ങനെ ഓണസദ്യക്കുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു.